നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയർക്ക് കൊടുക്കുന്ന വാറ്റ് എമൗണ്ടിനെ ഇൻപുട്ട് വാറ്റ് എന്നും, അതേപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നും വാങ്ങുന്ന വാറ്റ് എമൗണ്ടിനെ ഔട്ട്പുട്ട് വാറ്റ് എന്നും പറയും. എക്സാമ്പിൾ, നമ്മൾ 10,000-ൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു സപ്ലയറുടെ അടുത്ത് നിന്നും എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 10,000 രൂപ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അയാൾക്ക് കൊടുക്കുന്നത് നമ്മൾ 5% വാറ്റ് കൂടി കൊടുക്കണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടൂ, പ്രോഡക്റ്റ് കിട്ടൂ. 10,000-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ കൊടുത്ത എമൗണ്ട്, ഈ സാധനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കിയത് 10,500 നമ്മൾ ചിലവാക്കിയത്. ഈ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 20,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നു. അപ്പോൾ 20,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുമ്പോൾ 5% വാറ്റ് തന്നെ ആരുടെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യും, കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. 20,000-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 1000 രൂപ. അതായത് ടോട്ടൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടി, 21,000 രൂപ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടി. ഇവിടെ ഈ 500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് കൊടുത്തതാണ്, സപ്ലയർക്ക് കൊടുത്ത വാറ്റ് എമൗണ്ടാണ്. ഈ വാറ്റ് എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പഠിച്ചു, ഇൻപുട്ട് വാറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഈ 1000 രൂപ നമ്മൾ സാധനം വിറ്റപ്പോൾ നമുക്ക് കസ്റ്റമർ ഇങ്ങോട്ട് തന്ന വാറ്റ് എമൗണ്ടാണ് 5%. അതിനെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 500 രൂപ നമ്മൾ കൊടുത്തു, നമുക്ക് കിട്ടിയത് 1000 രൂപ. അപ്പോൾ ബാക്കിയുള്ള 500 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തല്ല, നമുക്ക് പ്രോഫിറ്റ് അല്ല. ബാക്കിയുള്ള 500 രൂപ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് വാറ്റുമുണ്ട് ഔട്ട്പുട്ട് വാറ്റുമുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വാറ്റായിട്ടുള്ള 1000 രൂപയിൽ നിന്നും ഇൻപുട്ട് വാറ്റായിട്ടുള്ള 500 രൂപ കുറച്ചപ്പോൾ കിട്ടിയ 500 രൂപ ആർക്ക് കൊടുക്കാനുള്ളതാണ്, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പൈസയാണ്. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്ര രൂപയാണ്, ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്തത് 10,000 രൂപയ്ക്കാണ്, സെയിൽ ചെയ്തത് 20,000 രൂപയ്ക്ക്. അതായത് 10,000-ന് വാങ്ങിയിട്ട് നമ്മൾ 20,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര രൂപയാണ്, 10,000 രൂപയായിരിക്കും.